കോയിപ്പുറത്തെ ഹണി ട്രാപ്പ് ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവന്നത്. 5 ദൃശ്യങ്ങളാണ് പ്രതി രശ്മിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. ദൃശ്യങ്ങളിൽ നിന്ന് കൂടുതൽ പേർക്ക് മർദ്ദനമേറ്റിട്ടുണ്ടെന്ന സംശയവും പോലീസിനുണ്ട്. ഇതിനിടെ ആലപ്പുഴ സ്വദേശിയായ യുവാവ് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തി വീണ്ടും വിശദമായ മൊഴി നൽകി. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ നാളെ അപേക്ഷ നൽകാനാണ് പോലീസിന്റെ നീക്കം. ജയേഷും ഭാര്യ രശ്മിയും ക്രൂരമർദ്ദനത്തിനിരയാക്കിയ 2 പേരുടെ പരാതികളാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. തെളിവുകളായി ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്നും റാന്നി സ്വദേശിക്കും ആലപ്പുഴ സ്വദേശിക്കും പുറമെ കൂടുതൽ പേർക്ക് മർദ്ദനമേറ്റതായുള്ള സംശയമാണ് പോലീസിനുള്ളത്. എന്നാൽ നിലവിലെ പരാതിക്കാർ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസിനോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്ന് ഇന്ന് ആലപ്പുഴ സ്വദേശിയെ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വീണ്ടും മൊഴിയെടുത്തു. നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമാക്കിയ യുവാവ് കൂടുതൽ തെളിവുകൾ കൈമാറി. രശ്മിയും ആലപ്പുഴ സ്വദേശിയായ യുവാവും വിവസ്ത്രരായി നിൽക്കുന്നതടക്കം 5 ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾക്ക് പുറമെയാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളും രശ്മിയുടെ ഫോണിൽ കണ്ടെത്തിയത്. അതേസമയം യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റേപ്ലർ അടിക്കുന്നതിന്റെയും നഖത്തിനിടയിൽ മുട്ടുസൂചി തറയ്ക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ജയേഷിന്റെ ഫോണിലാണ്. ഇവ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. യുവാക്കൾക്ക് രശ്മിയുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് ക്രൂരകൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത്. രശ്മിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതായി അഭിനയിച്ചുള്ള ദൃശ്യങ്ങളും കണ്ടെടുത്തിരുന്നു. ഇത് പിന്നീട് ബ്ലാക്ക്മെയിൽ ചെയ്യാമെന്ന ലക്ഷ്യത്തോടെ ചിത്രീകരിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. തിരുവോണ ദിവസം സദ്യ തരാമെന്ന് പറഞ്ഞാണ് ബന്ധുക്കളായ യുവാക്കളെ ജയേഷ് വീട്ടിലേക്ക് വിളിപ്പിച്ചത്. സംസാരിച്ചിരിക്കെ പെട്ടെന്ന് മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചായിരുന്നു തുടക്കം. യുവാക്കളുടെ കൈകൾ കൂട്ടിക്കെട്ടി തൂക്കി നിർത്തി ദേഹത്ത് കമ്പി വടികൊണ്ട് മർദ്ദിച്ചു. ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റേപ്ലർ പിന്നുകൾ അടിച്ചതടക്കം കേട്ടാലറയ്ക്കുന്ന കൊടിയ പീഡനങ്ങളാണ് യുവാക്കൾക്ക് നേരിടേണ്ടി വന്നത്. ജയേഷിന്റെ ഫോണിൽ നിന്ന് വീണ്ടെടുക്കുന്ന ദൃശ്യങ്ങളിൽ കൂടുതൽ ഇരകളുള്ളതായി കണ്ടെത്തിയാൽ കേസിന്റെ സ്വഭാവം തന്നെ മാറും. വിശദമായ ചോദ്യം ചെയ്യലിലൂടെയും ശാസ്ത്രീയമായ പരിശോധനയിലൂടെയും ദുരൂഹത നീക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.